നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നോക്കുക, ഇത് പാരിറ്റി ചെക്ക് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ്, പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് നോക്കണം എപ്പോഴും, ഏത് ടൈപ്പ് ഓഫ് കൺവേർഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുള്ളത് എച്ച് മെട്രിക്സ് ആണ്, പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു 7x4 കോഡ് ലീനിയർ ബ്ലോക്ക് കോഡ് ആണ്, ഒരു എച്ച് മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 4 സ്റ്റെപ്പിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കോഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമുക്കറിയാം, എപ്പോഴും നമ്മളൊരു ജനറൽ ഫോർമാറ്റിലാണ് പറയുക, എൻ കെ എന്നുള്ളൊരു ഫോർമാറ്റിലാണ് പറയുക. ഇവിടെ എന്നിന്റെയും കെയുടെയും വാല്യൂ തന്നിരിക്കുന്നത് 7ഉം 4ഉം ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോഡ് ലെങ്ത് ആണ്, നമ്മൾ ഫൈനലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ. അതായത് നമ്മുടെ ആക്ച്വൽ ഇൻഫർമേഷൻ ഉണ്ടാവും, അതിന്റെ കൂടെ കുറച്ച് പാരിറ്റി ബിറ്റും കൂടെ ആഡ് ചെയ്തത്. അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് 7 ബിറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതാണ് ആ 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി കെ ആണ് ഉദ്ദേശിക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജിന്റെ ആക്ച്വൽ ലെങ്ത്. അപ്പൊ ശരിക്കും നമ്മുടെ 4 ബിറ്റ് ഇൻഫർമേഷനെ ഉണ്ടായിരുന്നുള്ളൂ അയക്കാൻ, അതിനെ നമ്മൾ 7 ആക്കിയാണ് അയക്കുക. അപ്പൊ നമ്മൾ എക്സ്ട്രാ കുറച്ച് ബിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ആ ബിറ്റിന് പറയുന്ന പേരാണ് പാരിറ്റി ബിറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ വ്യത്യാസം കണ്ടാൽ മതി, 7 - 4 3 ബിറ്റ്സ്. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷൻ. അപ്പൊ ആദ്യ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 7x4 കോഡ് ഉണ്ട്. ഇപ്പൊ നോക്കിയാൽ അറിയാം, ഇതിനകത്ത് 1 2 3 4 5 6 7 ടോട്ടൽ 7 ബിറ്റ്സ് ആയിരിക്കും നമ്മൾ ഒരു റോയിൽ ഉണ്ടാവുക. അതാണ് ആദ്യത്തെ 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇനി രണ്ട് മെട്രിക്സിന്റെ ഇക്വേഷൻ കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ എളുപ്പമായിരിക്കും. അതായത് നമുക്ക് ജനറേറ്റർ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് പാരിറ്റി മെട്രിക്സ് എന്ന് വേണം. ഐ എന്നോട് ഉദ്ദേശിക്കുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം, ഐഡന്റിറ്റി മെട്രിക്സ് I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു 3x3 മെട്രിക്സ്, അതിനകത്ത് 1 0 0 0 1 0 0 0 1, അതായത് ഡയഗണലി ഇങ്ങനെ 1 വരിക, അത്രയേ ഉള്ളൂ. I4 എന്ന് പറഞ്ഞാൽ 4x4 എഴുതണം. അതിനകത്ത് എല്ലാ ഡയഗണലി നോക്കിക്കഴിഞ്ഞാൽ മാത്രം 1 മതി, ഓരോ റോയിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. നമുക്ക് ആകെ ഒരു വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ജനറേറ്റർ മെട്രിക്സ് ആണ് ജി പറയുന്ന ക്വസ്റ്റ്യനിൽ. നമുക്ക് ആകെ അറിയേണ്ട കാര്യം പാരിറ്റി മെട്രിക്സ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എച്ച് മെട്രിക്സ് ആണ്. അപ്പൊ എച്ച് മെട്രിക്സിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ടി ട്രാൻസ്പോസ് ഇൻറ്റു ഒരു ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ഉണ്ടാവുക, അത് N-K ഫോർമാറ്റിലായിരിക്കും. അതായത് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പൊ തന്നിരിക്കുന്ന ജനറേറ്റർ മെട്രിക്സ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന ജനറേറ്റർ മെട്രിക്സ് എച്ച് മെട്രിക്സ് ആണ്. എച്ച് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു, ടി ട്രാൻസ്പോസ് അതിന്റെ കൂടെ I3 ഐഡന്റിറ്റി മെട്രിക്സ് കോൺകാറ്റനേറ്റ് ചെയ്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാണ് ഇതിൽ ഈ പി ട്രാൻസ്പോസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എച്ച് മെട്രിക്സ് ആണ്, അത് തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എച്ച് മെട്രിക്സിന്റെ നമുക്കറിയാം, ഈ പി ട്രാൻസ്പോസ് ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ നോക്കിയാൽ മതി, 3 ബിറ്റ് ആണ് നമ്മുടെ അഡീഷണലി വരുന്നത്, അതാണ് പാരിറ്റി ബിറ്റ്. അപ്പൊ ലാസ്റ്റത്തെ 3 നമ്മൾ അത് മാറ്റി വെക്കാം. അപ്പൊ നോക്കിയാൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് I3. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേറെ ഉള്ളത് എച്ച് മെട്രിക്സിന്റെ ഫോർമാറ്റ് നമുക്കറിയാം, പാരിറ്റി മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ചേർന്നതാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഫോമിൽ പി ട്രാൻസ്പോസ് മെട്രിക്സ് ആണ് ഉള്ളത്. അപ്പൊ പി ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ തെറ്റരുത്. നമുക്ക് വേണ്ടത് പി ആണ്. പി കണ്ടുപിടിക്കാനാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാരിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാനാണ്.
നമുക്ക് ഓൾറെഡി അറിയാം പി ട്രാൻസ്പോസ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന പാരിറ്റി മെട്രിക്സിന്റെ ആദ്യത്തെ റോ ഇതാണ്, അതിനെ കോളം ആയിട്ട് എഴുതാം. നോക്കുക, ആദ്യത്തെ 1 1 1 0, രണ്ടാമത്തത് 1 1 0 1, ഇത് എഴുതി. അടുത്തത് 1 0 1 1. നമുക്ക് കിട്ടുന്ന ഈ മെട്രിക്സ് ആണ് പാരിറ്റി മെട്രിക്സ്. ഓൾറെഡി ഉള്ളത് പി ട്രാൻസ്പോസ് ആണ്, അതിനെ ഒന്ന് തിരിച്ചെഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ഈ മെട്രിക്സ്. ഇതാണ് നമ്മളിപ്പോൾ എഴുതിയ മെട്രിക്സ് പി ട്രാൻസ്പോസ്. ഫൈനലി നമുക്ക് വേണ്ടത് ജനറേറ്റർ മെട്രിക്സ് ആണ്. ജനറേറ്റർ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയാൽ മതി. ആദ്യം ഐഡന്റിറ്റി മെട്രിക്സ് എഴുതുക, പിന്നെ പാരിറ്റി മെട്രിക്സ്. ഇപ്പൊ പാരിറ്റി മെട്രിക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ആ പാരിറ്റി മെട്രിക്സ് അങ്ങ് എഴുതിക്കോളാം. ഇതാണ് നമ്മുടെ പാരിറ്റി മെട്രിക്സ്. പാരിറ്റി മെട്രിക്സ് രണ്ടാമതാണ് എഴുതുന്നത് കേട്ടോ. ആദ്യത്തെ പോർഷനിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി 4 റോ ഉണ്ട് അല്ലെ. അപ്പൊ 4 റോയും 4 കോളവും ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എഴുതാം. ഇത് രണ്ടും നമ്മളിങ്ങനെ ചേർത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്തായി ജി മെട്രിക്സ് ആയി. വളരെ സിമ്പിൾ ആണ് കാര്യം. ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് തന്നിരിക്കുന്ന പാരിറ്റി ചെക്ക് മെട്രിക്സ്. എപ്പോഴും അതും തമ്മിലൊന്നും വ്യത്യാസമൊന്നും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നും കെയും കണ്ടുപിടിക്കാം. എൻ ഏതാണ്, കെ ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ 7 ആണ് എൻ, കെ ആണ് 4. അപ്പൊ ആ ഡിഫറൻസ് വരുന്ന അത്രയാണ് പാരിറ്റി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എച്ച് മെട്രിക്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് പാരിറ്റി മെട്രിക്സ് മാറ്റി എഴുതാം. അപ്പൊ അതൊന്ന് എടുത്ത് എഴുതണം, പി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. സോറി, പാരിറ്റി മെട്രിക്സ് അല്ല, ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കണ്ടുപിടിച്ചു. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. റിമൈനിങ് പോർഷൻ ഉള്ളതാണ് പി ട്രാൻസ്പോസ്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി, എത്രയേ ഉള്ളൂ. അത് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് പാരിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ. പാരിറ്റി പി ട്രാൻസ്പോസ് നമുക്ക് അറിയാം, അതിനെ ഒന്ന് തലതിരിച്ച് എഴുതാം. ഓക്കെ, അതായത് റോയും കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് പി ട്രാൻസ്പോസ് കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് രണ്ടും ഒരുമിച്ചാക്കി വെക്കാം. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ജി മെട്രിക്സിന്റെ ഫോർമുല. ഐഡന്റിറ്റി മെട്രിക്സ് അതിന്റെ കൂടെ പാരിറ്റി മെട്രിക്സ് കൂടെ ചേർക്കാം. പാരിറ്റി മെട്രിക്സ് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ പാരിറ്റി മെട്രിക്സ് അതിന്റെ മുമ്പിലായിട്ട് ഐഡന്റിറ്റി മെട്രിക്സ്. നമുക്ക് I4 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് വേണ്ടത്. അപ്പൊ നോക്കുക, അത് എങ്ങനെയും വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോർമുലയിലാണ് ഉള്ളത്. അത് കേട്ടോ, IK ഇൻറ്റു പി ആണ്. കെയുടെ വാല്യൂ നമുക്ക് 4 ബിറ്റ് ആണ്. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് 4ലാണ് വേണ്ടത്. അങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അല്ലേ നോക്കുക, ഇവിടെ നമുക്ക് ഓൾറെഡി പാരിറ്റി മെട്രിക്സ് അറിയാം. അതിന് എത്ര റോ ഉണ്ട് നോക്കുക. അത് വെച്ചിട്ട് വേണമെങ്കിലും എഴുതാം. 4/4. ഇതാണ് I4 എന്ന് പറയുന്ന, ഇവിടെ മാത്രമാണ് വരുന്നത്. വളരെ സിമ്പിൾ ആണ്. ആകെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം ജനറേറ്റർ മെട്രിക്സ് ആണോ പാരിറ്റി മെട്രിക്സ് ആണോ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. അതിനനുസരിച്ച് ചെറിയ 1-2 സ്റ്റെപ്പിൽ വ്യത്യാസമുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്.